ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സൂര്യാദിസർവഗ്രഹേഭ്യോ നമ. മൂർത്തിത്വേ പരികൽപ്പിത ശശവൃതോ വർത്തമാവൃജന്മനാം ആത്മേത്യാമാത്മവിതാം കൃതുശ്ചയജതാം വൃത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചനേകതായ ശ്രുതൗ വാചം ന സദതാത്വനൈകകിരണസ്ത്രൈലോക്യതിഭൂരവി. ശ്രീ ദുർഗാ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ അഥവാ വൃശ്ചികക്കൂറുകാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികൻ രാശിക്കാർ പൊതുവിൽ അഭിമാനബോധമുള്ളവരും സൗന്ദര്യവും ശരീരപുഷ്ടിക്കൊത്ത മനഃശക്തിയും ആരോഗ്യവും ദേഹശക്തിയും പ്രവർത്തനങ്ങളിൽ ആത്മബോധവും പ്രവർത്തന ശക്തിയും കൂടാതെ മധ്യസ്ഥം വഹിക്കുവാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ടായിരിക്കും. അന്യരുടെ അക്രമ പ്രസക്തമായ പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരും ജന്മന ഒരു ശാന്ത സ്വഭാവക്കാരും കൂടിയായിരിക്കും വൃശ്ചികൻ രാശിക്കാർ. ശാന്ത സ്വഭാവം ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് കോപിക്കുന്നവരും ആവാൻ ഇടവരും. ആപത്തിൽ സധൈര്യം നിലകൊള്ളുന്ന സ്വഭാവക്കാരായിരിക്കും ഈ വൃശ്ചികൻ രാശിക്കാർ. പുഷ്ടിയുള്ള ശരീരവും ഉയർന്ന നെറ്റിയും ശോഭനമായ കണ്ണുകളും ഇവരുടെ പ്രത്യേകതകളാണ്. ഇവർ ഒരു സൂത്രശാലികളായിരിക്കും. ജീവിതത്തിൽ കൂടെ സംഭവിക്കുന്ന ഉയർച്ച താഴ്ചകൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ നേരിടുവാനുള്ളൊരു മനഃശക്തിയും ഇവർക്കുണ്ടാവും. ശരീരം കൊഴുത്തു തടിച്ചതും മൂലമുണ്ടാകുന്നതായ അല്ലെങ്കിൽ ക്ഷീണം മൂലമോ ശരീരത്തിൽ വന്നേക്കാവുന്ന ചില അസ്വസ്ഥതകൾ ഇവരെ കൂടെ അലട്ടും. ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളോ മൂത്രാശയ രോഗങ്ങളോ പ്രമേഹം, ക്ഷയം, വായു ക്ഷോഭിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങളോ ഇവരെ അലട്ടാൻ ഇടവരും. ചിലപ്പോൾ ആ രോഗങ്ങൾ അതീവമായ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നും വന്നേക്കാം. ഈ ജാതകക്കാര് പൊതുവെ ഈ വൃശ്ചികൻ രാശിക്കാര് പൊതുവിൽ അഭിപ്രായ സ്ഥിരതയുള്ളവരും ബുദ്ധിമാന്മാരുമായിരിക്കും. ആരംഭത്തിൽ തന്നെ എല്ലാ കാര്യത്തിനും ശൂരതയും പ്രവർത്തന മികവും ഇവരുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിജയം സിദ്ധിക്കുന്നവരായി തീരാൻ ഇടവരും. സ്വദേശത്ത് തന്നെ അവനവൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കാൻ കൂടുതൽ താല്പര്യമുള്ളവരും ആയിരിക്കും. എന്നാൽ വനപർവ്വതങ്ങളിലോ വനാന്തര പ്രദേശത്തോ താമസിക്കാനും അവിടെ സഞ്ചരിക്കാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കും. എന്നിരുന്നാലും എല്ലാത്തിനും ഒരു തൃപ്തിക്കുറവ് ജീവിതത്തിൽ വന്നു ചേരാൻ കൂടെ ഒരു തൃപ്തിക്കുറവ്, ഒരു തൃപ്തിയില്ല എന്ന ഒരു അവസ്ഥയും ഈ വൃശ്ചികൻ രാശിക്കാർക്ക് അഥവാ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും വേർതിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നേക്കാം. രാജസദസ്സിൽ സമ്മാനങ്ങൾക്ക് അല്ലെങ്കിൽ അംഗീകാരങ്ങൾക്ക് അർഹത വന്നു ചേരും. കൂടാതെ ജാതകൻ്റെ ശരീരഭാഗത്ത്, പ്രത്യേകിച്ച് കൈകളിലോ ഉള്ളം കൈകളിലോ കാലടി ഭാഗങ്ങളിലോ മത്സ്യരേഖ, വജ്രരേഖ, പക്ഷിരേഖ
ഇതിലേതെങ്കിലും ഒന്ന് ഉള്ളം കൈയിലോ കാലിലോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പോലെ വരാൻ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ജന്മന അങ്ങനെ ഒരു രേഖകൾ കയ്യിൽ കാണാം. ബാല്യത്തിൽ തന്നെ അതീവമായ ചില രോഗ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടിയും ഈ വൃശ്ചികം രാശിക്കാർക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. പൊതുവിൽ ഈ ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായ ബെല്ല് അമർത്തുക. അപ്പോൾ ഇടുന്ന വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അറിവും പകർന്നു കിട്ടുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വിളിക്കുന്നതിന് ഫോൺ നമ്പർ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു.